നമസ്കാരം. തിരുവനന്തപുരം കരമന കളയിക്കാവിള ദേശീയ പാതയിൽ സ്കൂട്ടറിൽ പോകുമ്പോൾ അജ്ഞാത വാഹനമിടിച്ച് മാധ്യമപ്രവർത്തകൻ പള്ളിച്ചൽ ഗോവിന്ദ ഭവനിൽ SV പ്രദീപിന് ദാരുണാന്ത്യം സംഭവിച്ചത് ഇന്നും ദുരൂഹമാണ്. ഭാരത് ലൈവ് ന്യൂസ് പോർട്ടലിന്റെ എഡിറ്റോറിയൽ ഡയറക്ടറായിരുന്നു പ്രദീപിന് സംഭവിച്ചത് ഭാഗ്യം കൊണ്ട് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്ക് സംഭവിക്കാതെ പോയി. ഷാജൻ സ്കറിയ അക്രമികളിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പ്രദീപും കൺമുൻപിൽ കാണുന്ന സത്യത്തെ ലവലേശം ഭയമില്ലാതെ തുറന്നു പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. പ്രദീപിന്റെയും ഷാജൻ സ്കറിയയുടെയും ദുരനുഭവങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് വൈരനിര്യാതന ബുദ്ധി ഒളിപ്പിച്ച് നടക്കുന്നവരാണ് മലയാളികളിൽ ബഹുഭൂരിപക്ഷവും എന്ന് വിലയിരുത്തുകയാണ് മാധ്യമ പ്രവർത്തകനായ മനോജ് മനയിൽ തന്റെ FB പോസ്റ്റിൽ. രാഷ്ട്രീയ സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ കുതികാൽ വെട്ടും കൊലപാതകവും വല്ല പെണ്ണുകേസും എന്നായിട്ടുണ്ട് പുതിയ അൽഗോരിതം. സമൂഹത്തിന്റെ നാവായി ജീവിക്കുന്നവനെ കത്തിപ്പിടിയിലും ടിപ്പർ ലോറിയുടെ പിൻചക്രത്തിലും കയറ്റിയിറക്കാമെന്ന ഗോത്ര നീതിയുടെ അരാജക വാഴ്ചയും നമുക്ക് പഥ്യമായിരിക്കുന്നുവെന്നും മനോജ് കുറിച്ചു. മനോജ് മനയലിന്റെ പൂർണ്ണ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ്. ഉത്തരേന്ത്യയിൽ പട്ടാപ്പകൽ നടക്കുന്ന കൊലപാതകങ്ങളെക്കുറിച്ച്, മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ഒക്കെ അത്ഭുതം കൂറി മുഖത്ത് വിരൽ വയ്ക്കുന്ന പ്രബുദ്ധ മലയാള നാട്ടിലാണ് പട്ടാപ്പകൽ നടുറോട്ടിൽ ഒരു മാധ്യമ പ്രവർത്തകൻ അരുൺ കൊല ചെയ്യപ്പെട്ടത്. പ്രദീപ് എന്നായിരുന്നു ആ യുവാവിന്റെ പേര്. സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന പ്രദീപിനെ ഇപ്പോൾ ഓർക്കാൻ കാരണം മാധ്യമപ്രവർത്തകൻ ഷാജൻ സ്കറിയയ്ക്ക് നേരെ നടന്ന കൊലപാതക ശ്രമത്തെക്കുറിച്ചുള്ള വിവരമറിയുമ്പോഴാണ്. അത്രയൊന്നും ഉദാരവും നിഷ്കളങ്കനുമല്ല മലയാളിയുടെ മനസ്സും മനോഭാവവും എന്ന് തിരിച്ചറിയാൻ ഗവേഷണ ബുദ്ധിയൊന്നും വേണ്ട. ഉത്തരേന്ത്യക്കാരനേക്കാൾ ഒരു വേള അതിൻ്റെ 10 മടങ്ങ് വൈരനിര്യാതന ബുദ്ധി ഒളിപ്പിച്ച് നടക്കുന്നവരാണ് മലയാളികളിൽ ഭൂരിപക്ഷവും. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വികലമായ ആടയാഭരണം അണിഞ്ഞ് ചെകുത്താന് വീട് പണി ചെയ്യുന്ന ആധമർണ്യത്തിന്റെ പര്യായമാണ് ഈ നാടിന്റെ കപട ബൗദ്ധികത. അയാഥാർത്ഥ്യത്തിന്റെ ചുണ്ണാമ്പുകല്ലിൽ പണിതുയർത്തിയതാണ് നാം വാവിട്ട് പുലമ്പുന്ന കേരള സംസ്കാരം. ഹിംസയുടെയും പരനിന്ദയുടെയും അസ്ഥിവാരത്തിൽ പണിതുയർത്തിയ ഈ നാടിന്റെ ഭൂതകാല ജീവിതത്തെയാണ് പുഷ്കലവും പുണ്യവുമാക്കി ചിത്രീകരിക്കുന്നത്. ഉദാഹരണം എന്ന നിലയിൽ ഊരും പേരും അറിയാത്ത നായാടിയോ നമ്പൂതിരിയോ എന്ന് തർക്കിക്കുന്ന ഒരു ജനസമൂഹത്തെ നിർഗുണാത്മക്കളായി കാലക്ഷേപം നടത്താൻ നിർബന്ധിക്കുന്ന ഗ്രന്ഥരചന നടത്തിയ ആളാണ് നമ്മുടെ ഭാഷാ പിതാവ്. അദ്ദേഹത്തിൻ്റെ പേരിൽ സർവകലാശാലയും ഉത്സവാരവവും പുലകളി അടിയന്തരവും നടത്തി ഉദരം വീർപ്പിക്കുന്ന ഒരു കൂട്ടം പെറുക്കിത്തീനികളും. ഇതാണ് നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഘടനയും നിലയും. രാഷ്ട്രീയ സമൂഹത്തിന്റെ നിലനിൽപ്പിന് കുതികാൽ വെട്ടും കൊലപാതകവും വല്ല പെണ്ണുകേസും എന്നായിട്ടുണ്ട് പുതിയ അൽഗോരിതം. സമൂഹത്തിന്റെ നാവായി ജീവിക്കുന്നവനെ കത്തിപ്പിടിയിലും ടിപ്പർ ലോറിയുടെ പിൻചക്രത്തിലും കയറ്റിയിറക്കാമെന്ന ഗോത്രനീതിയുടെ അരാജക വാഴ്ചയും നമുക്ക് പഥ്യമായിരിക്കുന്നു. അത്രയൊന്നും സുഗമവും സുരക്ഷിതവുമല്ല അന്നം തേടിയുള്ള പാവപ്പെട്ടവന്റെ പ്രയാണമെന്നും അധാർമികളുടെ CCTV വലയത്തിലാണ് ധർമ്മചാരികളുടെ ജീവിതമെന്നും നാം അംഗീകരിച്ചേ മതിയാകൂ എന്നും ഇദ്ദേഹം കൃത്യമായി തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നുണ്ട്.